നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ അത് സൂയിലേക്കാണ് പോയത്. നല്ല സമയം, നല്ല വെയിൽ, ഹാ. അങ്ങനെ ഒരു കുടയൊക്കെ ഉള്ളതുകൊണ്ട് അബിക്കുട്ടന് തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ നേരെ സൂയിലേക്ക്. നമുക്കിപ്പോൾ സൂയിലെ വിശേഷങ്ങൾ കണ്ടാലോ. അങ്ങനെ നമ്മൾ നടന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന സീ ലയണിനെയാണ് കേട്ടോ. സീ ലയണിനെ കണ്ട് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസും നല്ല ഉറക്കമായിരുന്നു. എല്ലാവരും നല്ല ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങുകയാണെന്നാണ് തോന്നുന്നത്. പിന്നെ നടന്നെന്നാലും നമ്മളെല്ലാവരും ഒന്ന് കണ്ടു. ഇത് അകത്ത് ആരാ കിടന്ന് ഉറങ്ങണേന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ കൂട്ടുകാരെ. ആരാണത്? യെസ്, കരടിക്കുട്ടനും നല്ല ഉറക്കമാണ്. അങ്ങനെ പിന്നെ അവിടുന്ന് നടന്ന് നമ്മുടെ ജിറാഫിനെ കാണാൻ പോയിട്ടോ. ജിറാഫ് പക്ഷേ ഉറങ്ങുമല്ലായിരുന്നു. ഒരു ജിറാഫെ ഉള്ളതെന്നാണ് ആദ്യം കണ്ടപ്പോൾ തോന്നിയതെങ്കിലും പിന്നീട് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു ജിറാഫല്ല, ഒന്നിൽ കൂടുതൽ ജിറാഫും പിന്നെ വേറെ ഏതൊക്കെയോ ആനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലാണ് കേട്ടോ എല്ലായിടവും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നമ്മുടെ നാട്ടിലെ സൂ പോലെയല്ല. അപ്പോൾ നമ്മുടെ പുലിക്കുട്ടന്മാരെ കണ്ടോ ഗൈസ്? എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു പയ്യൻ നിന്ന് ഇതിനെ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരിക്കുകയാണ്. സമയം 1 മണി, നല്ല ടൈം. കാരണം ഭയങ്കര വെയിൽ, പിന്നെ കുടയും തൊപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അബി അച്ഛനും കൂടെ കുരങ്ങിനെ കാണാൻ പോയേക്കാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. ബിക്കോസ് സഹനീയമായ ചൂട്. 4 മണി വരെ ഉള്ളു താനും സൂ. അപ്പോൾ എന്തായാലും വെയിലത്ത് തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ടൈം ഏതായാലും കുഴപ്പമില്ലല്ലോ. സിംഹം എല്ലാം ഉറങ്ങുകയാണ് ഗൈസ്. എല്ലാം ഭയങ്കര ഉറക്കം, ഭയങ്കര ചൂട്. ഞങ്ങളപ്പോൾ അടുത്ത സ്പോട്ട് പിടിക്കട്ടെ. യെസ്, അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ട് പിടിക്കാനായി പോയപ്പോഴാണ് കാണുന്നത് ഒരാളെ. ആരാണ് അബി അത്? ആമ. യെസ്, ഒരു വലിയ ആമ. അങ്ങനെ ആമയെല്ലാം കണ്ടിറങ്ങിയപ്പോൾ അവിടെ ഒരു കുഴപ്പക്കാരനായിട്ടുള്ള ആരാ അബി ഇത്? അവ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? അടിപൊളിയായിരുന്നു അല്ലേ അബി? അങ്ങനെ നമ്മുടെ കുരങ്ങൻ്റെ കളിയും, അവൻ നല്ല മിടുക്കനായിരുന്നു കേട്ടോ. കുറേ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിക്കും, പിന്നെ ആ മുറിക്കകത്തോട്ട് പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് വന്ന് എത്തി നോക്കുക ആളുണ്ടോയെന്ന്. ആൾ കൂടുമ്പോൾ ആൾ പിന്നെയും വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറേ അഭ്യാസങ്ങൾ കാണിക്കും. എനിവേ സൂയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുരങ്ങൻ്റെ കളിയായിരുന്നു അല്ലേ അബി? ഊഞ്ഞാലായിരുന്നു. കരഞ്ഞായിരുന്നു. സൂയിൽ പോയി വന്നു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, നേരെ വീണ്ടും ഇറങ്ങുകയാണ്. നമ്മൾ എങ്ങോട്ടാ പോണേ? ഫ്ലവർ ഷോ, ബോളിവുഡ് ഫ്ലവർ ഷോ. യെസ്, ബോളിവുഡ് ഫ്ലവർ ഷോയ്ക്ക് പോവാണ്. അപ്പം നമുക്ക് പോയിട്ട് വരാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈവനിങ് ടൈം ആയിരുന്നു. അത്യാവശ്യം ഒരു ആൾക്കാരെല്ലാം വന്ന് തുടങ്ങുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. നല്ല ടൈമായിരുന്നു. നമുക്ക് നടന്ന് കാണാനും വെയിലൊന്നും വലുതായിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ അബി ഇത് കാണാൻ? അബി അവിടെ എന്തൊക്കെയാ മോനെ കണ്ടത്? ഭൂതം ഉണ്ടായിരുന്നോ? അത് ശരി. പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു? ഓ, ഭൂതത്തിന്റെ ഡാൻസ് ഉണ്ടായിരുന്നല്ലേ. പിന്നെന്തുണ്ടായിരുന്നു? അതായത് അബിക്കുട്ടൻ പറഞ്ഞത് ഈ ഡാൻസ് പ്രോഗ്രാമിൻ്റെ കാര്യം കേട്ടോ. അത് വിക്രമാദിത്യനും വേതാളവും ആ ഒരു സ്റ്റോറിയാണ് അവരവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആൾക്കാർ കൂടി അങ്ങോട്ടേക്ക് കയറാനുള്ളത്. പിന്നെ ബോളിവുഡ് വേൾഡ് ആണ് കേട്ടോ ആ കാണുന്നത്. പക്ഷെ അതിപ്പോൾ ക്ലോസ് ചെയ്തേക്കുക. നമ്മളപ്പം ബോളിവുഡ് ഫ്ലവർ ഷോ കണ്ടു. ദെൻ അവിടുന്ന് നേരെ ബോളിവുഡ് സിറ്റിയിലോട്ടോ വന്നിരിക്കുന്നത്. നമുക്കത് നോക്കിയാലോ ഇവിടെ എന്താണെന്നുള്ളത്. ഇവിടെ എൻട്രി ഒക്കെ ഫ്രീ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ആക്ച്വലി ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ലൈറ്റ് ഷോസ്, പിന്നെ കുറേ ബിൽഡിങ്ങുകൾ, കുറേ ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ ഞങ്ങൾക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അബിക്കുട്ടൻ ഇന്നത്തെ ദിവസം എങ്ങും കളിക്കാനൊരവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് തോന്നുന്ന ഒരു 1/4 മണിക്കൂറോളം അതിനകത്ത് അവൻ സ്പെൻഡ് ചെയ്തു. അവൻ നല്ല ചില്ലായി, അവൻ ഹാപ്പിയായി, അവനൊന്ന് സെറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു മാക്സിൽ പോയിട്ടോ. കാരണം അബിക്കുട്ടന് ഒരു ടീഷർട്ട് എടുക്കണമായിരുന്നു സ്പൈഡർമാൻ. അങ്ങനെ അതും എടുത്ത് അന്നത്തെ ദിവസം അവസാനിച്ചു.